മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. കാസർഗോഡ് വീരമലക്കുന്ന് ദേശീയപാതയിലേക്ക് ഇടിഞ്ഞു വീണുള്ള അപകടത്തിന്റെ ഉത്തരവാദിത്വം കരാർ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷൻസിൽ നിന്ന് ജില്ലാ കളക്ടറുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. കുന്ന് ദേശീയപാതയിലേക്ക് ഇടിഞ്ഞ് വീണാണ് അപകടം. അശാസ്ത്രീയമായി മണ്ണെടുക്കരുതെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടും കരാർ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും മുഖവിലക്കെടുത്തില്ലെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ഉടൻ ചേരും. വീരമലക്കുന്ന് ഇടിയാനുണ്ടായ സാഹചര്യം വിലയിരുത്തിയാണ് ജില്ലാ കളക്ടർ K ഇമ്പശേഖറിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ദേശീയപാത കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ അശാസ്ത്രീയമായി മണ്ണെടുക്കുന്നത് അപകടത്തിനിടയാക്കുമെന്ന് ദേശീയപാത അതോറിറ്റിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. രണ്ടാം റീച്ചിലും മൂന്നാം റീച്ചിലും നിർമ്മാണ ചുമതലയുള്ള മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയെയും ഇക്കാര്യം അറിയിച്ചു. പക്ഷേ മേഘ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ചെന്നും റിപ്പോർട്ടിലുണ്ട്. പ്രദേശത്ത് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് മുന്നോടിയായി ദേശീയപാത അതോറിറ്റിയോട് സുരക്ഷാ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഭവത്തിൽ ഉന്നതതല യോഗം ചേരാനും തീരുമാനമായി. പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി AK ശശീന്ദ്രനും യോഗത്തിൽ പങ്കെടുക്കും. ദേശീയപാത നിർമ്മാണത്തിൽ വീഴ്ച വരുത്തിയ മേഘ കമ്പനിക്കെതിരെ കർശന നടപടിയിലേക്ക് കടക്കാനാണ് നിലവിലെ തീരുമാനം. ഇതിനിടെ പ്രദേശത്ത് ഇനിയും മണ്ണിടിയാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടി നാട്ടുകാർ രംഗത്തെത്തി. സമീപ പ്രദേശത്തുള്ളവർ എന്തായാലും മാറിയേ പറ്റൂ. അത്രയും വലിയ അപകടമാണ് ഇനി വരാൻ പോകുന്നത്. ഈ വന്നതല്ല, ഇതിപ്പം ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ്. ശ്മശാനത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ദിവസം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിന് എന്തുകൊണ്ട് വേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല? അല്ലെങ്കിൽ ഇറങ്ങിപ്പോകണം, രാജിവെച്ച് പോകണം. ഇരുഭാഗത്തും പിടിച്ചിട്ട ചരക്ക് വാഹനങ്ങൾ ദേശീയപാതയിലൂടെ കടത്തിവിട്ടു. യാത്രാവാഹനങ്ങൾ നീലേശ്വരം കോട്ടപ്പുറം വഴിയും ചീമേനി വഴിയും പോകാനാണ് നിർദ്ദേശം. 24 കാസർഗോഡ്. ദേശീയപാത തകർച്ച നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. അലസത കാണിക്കുന്ന കരാർ കമ്പനി ഉണ്ടെങ്കിൽ കർക്കശ നിലപാട് സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മണ്ണിടിച്ചിൽ വിഷയത്തിൽ മുൻപും പരാതി നൽകിയിട്ടുണ്ടെന്നും എന്നാൽ നടപടി ഉണ്ടായിട്ടില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പ്രതികരിച്ചു. എല്ലാ കാര്യങ്ങളും അവർ ആ പ്രാധാന്യത്തോടു കൂടി ഗൗരവത്തിൽ ഈ വിഷയത്തെ കണ്ടുകൊണ്ട് ഇടപെട്ട് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ വിഷയത്തിലെ നിലപാട്. ആ നിലപാട് അവരെ അറിയിച്ചിട്ടുണ്ട്. അലസത കാണിക്കുകയോ അതല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കാതിരിക്കുകയോ ചെയ്യുന്ന കമ്പനികളുണ്ടെങ്കിൽ അവരോട് കർക്കശ നിലപാട് സ്വീകരിക്കണം എന്ന് കേന്ദ്രമന്ത്രിയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ നിതിൻ ഗഡ്കരിയെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ട് അദ്ദേഹത്തിന് നിവേദനം കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വീരമലക്കുന്നിൽ മണ്ണിടിഞ്ഞു വീഴുന്നത്. വീരമലക്കുന്നിൽ ആദ്യത്തെ പ്രാവശ്യം മണ്ണിടിഞ്ഞു വീണപ്പോൾ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് അറിയാതെ അനധികൃതമായി 1,75,00,000 രൂപയുടെ മണ്ണ് കടത്തിക്കൊണ്ടുപോയി ഈ കമ്പനി. ജില്ലാ കളക്ടറെ അനുസരിക്കാത്ത ഒരു കമ്പനി, DDC തീരുമാനങ്ങൾ അംഗീകരിക്കാത്ത ഒരു കമ്പനി, അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് പോകുന്നത്. സോയിൽ നെയിലിംഗ് എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് സമ്പ്രദായത്തിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്.